ഹലോ എവരിവൺ, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇന്ത്യ ഗേറ്റ് കാണാനാണ് പോകുന്നത്. ഞാനിവിടെ ഡൽഹിയിലെത്തിയ ആദ്യത്തെ രാത്രിയിലാണ് ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പോയി ഇൻട്രോ കേട്ടോ. അപ്പോൾ ഡൽഹിയിലെ ആദ്യത്തെ രാത്രിയിൽ ഞാൻ പഹാഡ്ഗഞ്ചിലാണ് താമസിച്ചതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. പഹാഡ്ഗഞ്ച് ഒരു ട്രാവൽ സ്പേസ്, അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പോലെ വലിയൊരു റെയിൽവേ സ്റ്റേഷനുള്ള ഒരു ട്രാവൽ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ട്രാവൽ അക്സസറീസ്, ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ്, മെഡിക്കൽ ഷോപ്സ്, അങ്ങനെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനായിട്ടുള്ള രാമകൃഷ്ണ ആശ്രം ആർ കെ ആശ്രം എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കതിന് മുന്നേ മെട്രോ സ്റ്റേഷനിലേക്ക് ഞാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും മെട്രോയിൽ ഈ ഒരു സമയത്തേക്ക് 7-8 മണി സമയത്ത് മെട്രോയിൽ ദിവസേനയുള്ള ആൾക്കാരുടെ കമ്മ്യൂട്ടേഷൻ്റെ തിരക്ക് കൂടി വരുന്നൊരു സമയമാണിത്. ഡൽഹിയിലെ കോമൺ പീപ്പിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒന്നാണ് ഡൽഹി മെട്രോ. അപ്പോൾ ഡൽഹി മെട്രോയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ DMRC എന്ന് പറയുന്ന ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, ഇതിൻ്റെ കീഴിലാണ് ഡൽഹി മെട്രോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1990കളിൽ ഇവിടെ ഡൽഹിയിലെ പോപ്പുലേഷൻ കൂടുകയും അതിനോടനുബന്ധിച്ച് തന്നെ ട്രാഫിക് കൺജഷൻസ് ഒരുപാട് ഉണ്ടാവുകയും പൊല്യൂഷൻ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ഒരുമിച്ച് അന്ന് ഡൽഹിയിൽ മെട്രോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നൊരാശയം കൊണ്ടുവരികയും അതിനായിട്ടുള്ള പ്ലാൻസ് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ജപ്പാൻ്റെ ജിക്ക എന്ന് പറയുന്ന ഫണ്ട്സാണ് ഇതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ ഫണ്ട് സപ്പോർട്ട് കൊണ്ടുവന്നത്. 1999ലാണ് ആദ്യത്തെ പൈലിങ്ങും അതിനോടനുബന്ധിച്ച് മെട്രോയുടെ നിർമ്മാണവും സ്റ്റാർട്ടായത്. 2002 ഷാദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തീസ് ഹസാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റെഡ് ലൈൻ ഓടിയാണ് ഡൽഹി മെട്രോയുടെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്ന് ഡൽഹി മെട്രോയ്ക്ക് റെഡ്, യെല്ലോ, ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, മജന്ത, പിങ്ക്, അതിനോടൊപ്പം തന്നെ എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ എന്ന് പറയുന്ന ഒരു ലൈനും കൂടിയുണ്ട്. ഈ പറയുന്ന എല്ലാ ലൈനുകളും കൂടി 390 കൂടുതൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുകയും 285 കൂടുതൽ സ്റ്റേഷനുകൾ ഉണ്ട് ഡൽഹി മെട്രോയ്ക്ക്. ഇപ്പം ഇത് ദിനം പ്രതി ഇവർ എക്സ്പാൻഡ് ചെയ്യാനും അടുത്തുള്ള സ്ഥലത്തേക്കുള്ള ഫെസിലിറ്റീസ് കൂട്ടാനുമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഏകദേശം 3.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഡൽഹി മെട്രോ വിൽക്കുന്നുണ്ടെന്നാണ് ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ക്. അത് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലുള്ള ആൾക്കാർക്ക് കമ്മ്യൂട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പട്ടേൽ ചൗക്ക് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇപ്പോൾ ഡൽഹി മെട്രോയുടെ ഒരു മ്യൂസിയം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനായിട്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഉദ്യോഗ് ഭവൻ എന്നീ 2 റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനുകളാണ് നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷനുള്ളത്. ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആർ കെ ആശ്രം മാർഗിൽ നിന്നും സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള മെട്രോയിലാണ്. ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഡൽഹിയിൽ വരുവാണെങ്കിൽ ഡൽഹി മെട്രോ ആണ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ ഫോർ യുവർ കമ്മ്യൂട്ട് ടു നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ്. ഇപ്പോൾ എല്ലായിടത്തേക്കും ഡൽഹി മെട്രോയുടെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ റൈറ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അത് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ പാലസിൻ്റെ ഒരു ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ നേരെ മുന്നിൽ കാണുന്നത് കർത്തവ്യപഥ് എന്ന് അറിയപ്പെടുന്ന ഒരു റോഡാണ്. ഇത് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റിലേക്ക് നേരെ നീളുന്ന ഒരു റോഡിൻ്റെ പേരാണ്.
ജനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ പരേഡ് നടക്കുന്നത് ഈ റോഡിലൂടെയാണ്. ഇപ്പോൾ ഈ ചുറ്റും കാണുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോൺസും ലേക്സും ഒക്കെയാണ്. ഇത് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ വന്ന് അവരുടെ ലേഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ക്ലീൻ സ്പേസ് ആൻഡ് ഫെസിലിറ്റി പോലെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിന് ചുറ്റിലുമായിട്ടുള്ള കെട്ടിടങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ഏറ്റവും നേരെ രാഷ്ട്രപതി ഭവനാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. രാഷ്ട്രപതി ഭവൻ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പഴയ പാർലമെൻറ്റും ഇപ്പോഴുള്ള പുതിയ പാർലമെൻറ്റ് കെട്ടിടവും ഉണ്ട്. അതിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് ബിൽഡിങ്സ്, അതായത് റെയിൽ മന്ത്രി, വിദേശകാര്യമന്ത്രി ഇവരുടെയൊക്കെ ഓഫീസസ് ഇതിന് ചുറ്റുമായിട്ട് നിലകൊള്ളുന്നു. അതിനപ്പുറം നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന എക്സിക്യൂട്ടീവ്സ് ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രാഷ്ട്രപതി ഭവനടുത്തായിട്ട് കാണാം. നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, അതിനപ്പുറത്തായിട്ട് ഓരോ സ്റ്റേറ്റിൻ്റെ ഹൗസസ്, കേരളത്തിൻ്റെ കേരള ഹൗസ്, ആന്ധ്രാഭവൻ, അങ്ങനെ എല്ലാ സ്റ്റേറ്റിനും ഇവിടെ ഒരു ഹൗസ് ഉണ്ട്. ആ ഹൗസസ്, അതിനും പുറത്തായിട്ട് എംബസീസ്, പല രാജ്യങ്ങളുടെ എംബസീസ് എന്നിങ്ങനെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പോൾ കർത്തവ്യപഥിന് അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ദൂരെയായിട്ട് നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാം. ഈ ബാരിക്കേഡിങ് സിസ്റ്റം പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വന്നത് ഡൽഹി ബ്ലാസ്റ്റ് ഈ അടുത്തിടയ്ക്ക് അരങ്ങേറിയതിന് ശേഷമാണ്. ഡിസംബറിൽ ചാന്ദ്നി ചോക്കിൽ ഉണ്ടായിട്ടുള്ള ആ ബോംബ് ബ്ലാസ്റ്റ് ശരിക്കും ഇവിടെയുള്ള ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ കുറേ കൺട്രോളിങ് കൊണ്ടുവന്നിട്ടുമുണ്ട്. ജൻപഥ് അതുപോലെയുള്ള റോഡുകൾ ഈ കർത്തവ്യപഥിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ജനുവരി 26 ആ ഒരു സമയത്ത് ഇവിടെ ഫുള്ള് പോഡിയംസ് പണിത്, ചുറ്റിനുമായിട്ട് പോഡിയംസ് പണിത് പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് ഈ പരേഡ് നടക്കുന്ന കാഴ്ച കാണാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് ഇങ്ങോട്ടുള്ള എൻട്രി കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ കർത്തവ്യപഥിൽ നിന്ന് ജൻപഥിലേക്ക് കയറി അത് ക്രോസ് ചെയ്ത് പിന്നെയും കർത്തവ്യപഥിലേക്ക് കയറി ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾ ഫാമിലിയോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ മെട്രോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റിക്ഷയോ ഓട്ടോറിക്ഷയോ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ ലാസ്റ്റ് ബാരിക്കേഡ്, ഈ ലാസ്റ്റ് നമ്മൾ കാണുന്ന റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് മുകളിലൂടെ പോകാൻ സാധിക്കില്ല. അതിനായിട്ട് അവിടെ ഒരു CRPFൻ്റെ ഒരു സ്ക്രീനിങ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ ഏപ്രിലിൽ വന്നപ്പോൾ അതുണ്ടായിരുന്നില്ല. ആ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഞാൻ താഴെ അണ്ടർപാസിലേക്ക് കയറുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ അണ്ടർപാസ് വഴി നമുക്ക് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തെത്താനും ഇന്ത്യ ഗേറ്റിനടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. ഏകദേശം ഒരു ദിവസം പീക്ക് ടൂറിസ്റ്റ് സീസണിൽ 20,000-നും 30,000-നും ഇടയിൽ ട്രാവലേഴ്സ് ഇന്ത്യ ഗേറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ക്. ഈ അണ്ടർപാസിൽ ഇവർ ഫ്രെയിം ചെയ്ത് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ ഫോട്ടോസ്, ഇതിൻ്റെ പ്ലാൻസ്, ഇത് ഫൗണ്ടേഷൻ ഇട്ടിരുന്നപ്പോൾ ഇതിൻ്റെ കാഴ്ച, ഇതെല്ലാം ഇവരിവിടെ ഫ്രെയിം ചെയ്ത് നമ്മുടെ അറിവിനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറേയധികം കണക്കുകളും അറിവുകളും അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്നത് വായിച്ച് അറിയാവുന്നതാണ്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 1914-നും 18-നും ഇടയിൽ ഫസ്റ്റ് വേൾഡ് വാർ നടന്നപ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരെ മധ്യേഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ പോരാടിയിട്ടുണ്ട്. അതിൽ ഏകദേശം 70,000-ഓളം ഇന്ത്യൻ സൈനികർ മരിച്ചപ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ടൊരു ദേശീയ സ്മാരകം നിർമ്മിക്കണമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിക്കുകയും 1921 ഫെബ്രുവരി 10 അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ളായിരുന്ന ലോർഡ് ഹാർഡിംഗ് ആണ് ഇന്ത്യ ഗേറ്റിന് അടിത്തറയിട്ടത്. 10 വർഷത്തോളം ഇതിൻ്റെ നിർമ്മാണം നടന്നു. 1931 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിനോടൊപ്പം തന്നെ ഇൻഡോ അഫ്ഗാൻ വാർ നടന്നപ്പോഴും കുറേയധികം സൈനികരെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന 2 യുദ്ധത്തിലുമായിട്ട് നഷ്ടപ്പെട്ട 70,000-ഓളം സൈനികരിൽ 13,300-ലധികം ആളുകളുടെ പേര് ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നൊരു സ്മാരകം ഇതിൻ്റെ പ്രതീകാത്മകത കുറച്ചുകൂടി ഉയർത്തുകയാണ് ചെയ്തത്. എന്നും തെളിഞ്ഞുകൊണ്ടിരുന്ന അമർ ജവാൻ ജ്യോതി ഈ അടുത്തിടെയാണ് അടുത്തുള്ള ഇന്ത്യൻ ആർമി മ്യൂസിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇനി കാണിക്കുന്നത്. ഇതിൻ്റെ ചരിത്രത്തിന് നമ്മൾ പറയുമ്പോഴത്തേക്കും
ബ്രിട്ടീഷ് ഇന്ത്യ ആർക്കിടെക്റ്റ് ആയിരുന്നിട്ടുണ്ടായിരുന്ന സർ എഡ്വിൻ ലൂട്ടൻസിൻ്റെ ഡിസൈനാണ് ഇന്ത്യ ഗേറ്റ്. ഇദ്ദേഹം മോഡേൺ ന്യൂഡൽഹി ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട്സിൽ ഒരാളാണ്. ഇതിന് 42 മീറ്റർ ഉയരമുണ്ട്. ക്ലാസിക്കൽ ട്രംഫൽ ആർച്ച് എന്ന് പറയുന്ന ഡിസൈനിൽ ഒരു യൂറോപ്യൻ റോമൻ മെമ്മോറിയലിൻ്റെ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ചുവന്ന സാൻഡ് സ്റ്റോണും ഗ്രോവൽ സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശരിക്കും ഇന്ത്യ ഗേറ്റ്. ഈ കാണുന്ന കാഴ്ച ശരിക്കും എല്ലാവരും കാണേണ്ടതാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ട് നേരെ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. തിരിച്ച് നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. 100 രൂപയാണ് എനിക്ക് ഉദ്യോഗ് ഭവൻ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ വരെ ഓട്ടോയ്ക്ക് ആയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ കണ്ട കാഴ്ചയുണ്ടല്ലോ, അതായത് ഡൽഹിയുടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. മെട്രോ സ്റ്റേഷനകത്ത് പോലും ലിറ്ററി ചെയ്തിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ആസ് എ ടൂറിസ്റ്റ് ആസ് വെൽ ആസ് എ സിറ്റിസൺ നമുക്ക് വേണ്ട ഒരു ബേസിക് മര്യാദയാണ്. അവിടെ വേസ്റ്റ് ബോക്സുകളുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് തോന്നിയ സ്ഥലത്ത് കൂട്ടിയിടുള്ളൂ എന്നുള്ളൊരു വാശി പോലെയാണ് നമ്മൾ ശരിക്കും പെരുമാറുന്നത്. അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ ട്രാവലിൽ മാക്സിമം ലിറ്റർ ചെയ്യാതെ വേസ്റ്റുകളൊക്കെ റെസ്പോൺസിബിളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അപ്പം നാളെ രാവിലെ എണീറ്റിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്തൊരു യാത്രയ്ക്ക് ഞാൻ തുടക്കം കുറിക്കുകയാണ്. നാളെ അടുത്ത ദിവസം ഞാൻ വാരണാസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 250 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ 250 പേരുടെയും സപ്പോർട്ട് എനിക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഇടാനോ ഉള്ള പ്രചോദനം കിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. ഒരു വിഷയം, ഞാനവരുടെ ലിഫ്റ്റിലൊന്ന് കുടുങ്ങിയായിരുന്നു. അതിനുശേഷം റൂമിൽ വന്നപ്പോൾ ചെറിയൊരു എലി കൂടി പോകുന്നുണ്ട്. അത് ഞാനത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവരുടെ സൊല്യൂഷനാണിത്. ഇച്ചിരി ചപ്പാത്തിയും ഒരു എലിപ്പെട്ടിയും വെച്ച് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. എന്തൊക്കെ അവസ്ഥയാണോ എന്തോ. അപ്പോൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയുടെ ഐഡിയൽ ലെങ്ത് നിങ്ങൾ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക.